ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കൗമാര കാലഘട്ടത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് കൗമാര കാലഘട്ടം? 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡ്, ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കൗമാര കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ കുട്ടികൾ ബാല്യം മുതൽ ആ ഒരു മുതിർന്നവരിലേക്കുള്ള ആ ഒരു മാറ്റത്തിൽ ആരോഗ്യപരമായിട്ടും അതേപോലെ മാനസികപരമായിട്ടും പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ ആരോഗ്യപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള രണ്ടെണ്ണമാണ് അയൺ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി. ഇത് കുട്ടികളിൽ കോമൺ ആയിട്ടും അവരുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചാണ്. അവരുടെ ഡയറ്റിൽ അവർ അയൺ കണ്ടൻറ്റുള്ള, അതായത് അയണിൻ്റെ അഭാവം നികത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവർ ഉൾപ്പെടുത്തുന്നില്ല. മെയിനായിട്ട് ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മീൻ, മുട്ട, കാൽഷ്യം, അതേപോലെ കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഇവയൊന്നും ഇവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പാലുൽപ്പന്നങ്ങളൊക്കെയാണ് അല്ലേ. അതായത് പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ യോഗട്ട്, ചീസ്, തൈര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും. കൂടാതെ വിറ്റാമിൻ ഡിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു അളവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, ആഗിരണം നമ്മുടെ ശരീരത്തിൽ കുറയും. അതും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കുട്ടികളിൽ ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവം ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അളവ് എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം സപ്ലിമെൻ്റ് എടുക്കേണ്ട ഒരു ടൈമാണെങ്കിൽ അതും കൂടെ നമ്മൾ എടുത്തിരിക്കണം. ഇതൊന്നും കൂടാതെ കുട്ടികളുണ്ടാവുന്ന മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഈയിടെയായിട്ട് ന്യൂസിലൊക്കെ കണ്ടുവരുന്നത് അല്ലേ. മാനസികപരമായിട്ട് കുട്ടികളിൽ പല മാറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ചിലതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, ചിലത് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടാകുന്നത് ചെറുപ്പകാലത്തിലാണ്. ചെറുപ്പകാലത്തിൽ പാരൻസ് ഏത് രീതിയിലാണ് കുട്ടികളെ വളർത്തിയിരിക്കുന്നത് അതനുസരിച്ചാണ് കുട്ടികൾ ഭാവിയിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ നമ്മളോട് പറയണം, ചെറുതായ സമയത്ത് അതെന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അവർ വാശി പിടിക്കുകയാണെങ്കിൽ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കൂലേ. എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളത് സാധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ മൈൻഡിൽ ഉള്ളിൽ അവർ കറക്റ്റായിട്ട് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്ത് ആവശ്യപ്പെട്ടാലും എനിക്കത് കിട്ടും, എത്ര വില കൊടുത്താണെങ്കിലും അച്ഛനമ്മ എനിക്കത് വാങ്ങിച്ചു തരും, എനിക്കൊരു വിഷമം ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡിൽ അവർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പാരൻസ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, അവരുടെ പാരൻസ് കൊടുക്കാതെ പോയ കാര്യങ്ങൾ, എന്തോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാവാം അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ എന്ത് ആവശ്യപ്പെട്ടാലും എനിക്കത് കൊടുക്കാൻ വേണ്ടി കഴിയണം എന്നാണ് ഇപ്പോഴത്തെ പാരൻസ് ചിന്തിക്കുന്നത്. പക്ഷെ അത് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഭാവിയിൽ അത് എത്രത്തോളം ദോഷം ചെയ്യുന്നു കൂടി ചിന്തിക്കണം. കുട്ടികൾ എന്ത് കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോഴും അതൊക്കെ നമ്മൾ ഓഫർ ചെയ്യുമ്പോഴും കുട്ടികളുടെ മൈൻഡിൽ അത് കിട്ടും എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാവിയിൽ അവന് എന്താവശ്യമുണ്ടെങ്കിലും അവനിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങുന്ന ആ ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ടേ ബാക്കി എന്തും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. കുട്ടികൾ ഇമ്പൾസീവായിട്ട് മാറുകയാണ് ചെയ്യുക. ആ സമയത്ത് എന്താഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാലും അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തൃപ്തി ഉണ്ടാവുമെങ്കിൽ അവരത് ചെയ്തിരിക്കും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ആ പ്രായം വരെ, 7 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം വരെ കുട്ടികളെ എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ എമ്പതറ്റിക് ആവണം, അതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവർക്ക് ക്ഷമ വേണം, അതൊക്കെ നമ്മൾ ആ ഒരു പീരീഡിൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ തീർച്ചയായും പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും അവർ പറയുന്നതനുസരിച്ച്, അവർ വാശി പിടിക്കുന്നതനുസരിച്ച് അവർക്ക് വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മളൊന്ന് ലേറ്റ് ആയാൽ, നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നീട് അത് കിട്ടുമ്പോൾ അവർക്കത് വേണ്ട, അവരത് വലിച്ചെറിയും.
അതൊക്കെ ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. അപ്പം അവരാവശ്യപ്പെടുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാതെ എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കൊടുക്കാത്തത് എന്നും അതുപോലെ അത് ഏത് സമയത്താണ് നമ്മളത് വാങ്ങിക്കൊടുക്കുന്നത് എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ പേരൻസിനാണ്. എന്നാൽ മാത്രമാണ് കുട്ടികളിൽ ആ ഒരു സ്വഭാവം, നമ്മൾ എത്രത്തോളം ക്ഷമിക്കണം, ഏത് സമയത്ത് നമുക്കത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വാശി പിടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ നമുക്കത് കിട്ടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പണ്ട് ആ ഒരു സമയത്ത് പഠിച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒരു 4ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ 3, 4 ആ ഒരു ടൈമിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് അവർ ചിന്തിക്കുന്നില്ല. അവർക്കത് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മളത് അപ്പം തന്നെ അവർക്ക് വേണം എന്നുള്ളൊരു വാശിയിൽ അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം എല്ലാ പേരൻസിനോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാരൻസ് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ആളുകളോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടതാണെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷെ അത് വാശി പിടിച്ച് കരയുമ്പോഴായിരിക്കരുത്. അത് കരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു ചിന്ത അവർക്ക് മൈൻഡിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും കരയുന്ന കുട്ടിക്ക് പാലുണ്ട്, അപ്പോൾ നമ്മൾ കരഞ്ഞാൽ പാൽ കൊടുക്കും അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, ചിരിക്കുന്ന കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാടുള്ളൂ. അതായത് അവരെന്ത് പറഞ്ഞ് കരഞ്ഞോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് വാശി പിടിച്ചോ അങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് മാറ്റാൻ പറ്റില്ല. അവരത് അങ്ങനെ ചെയ്താൽ അവർക്ക് കിട്ടും എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായാൽ, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും നമുക്കത് കിട്ടും എന്നുള്ള തോന്നലുണ്ടായാൽ അവർ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ ന്യൂസിലൊക്കെ കാണുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടർ അവരിൽ ഡെവലപ്പ് ചെയ്യാൻ അധികം സമയം ഉണ്ടാവില്ല.